കൈപൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത്. എൻ്റെ പേരൂടെ പറയണോ? ഞാൻ ആ കുടുംബാംഗമാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. നമ്മുടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെയോ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിൻ്റെ സൺഡേ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫുമായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛനാണ്. 2 ലൊക്കേഷനും ഒരു വീളം, 2 സിനിമ എത്രയോ കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം? ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന ഈ സംവിധായകനുമായിട്ടും ഈ നടന്മാനുമായിട്ടും എനിക്ക് എന്താണ് റിലേഷൻസ്? അതൊന്നും നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്നതല്ല. ഹാപ്പനിങ് സംഭവിച്ചു. എൻ്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട് അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കളുണ്ടായി. അതുതന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ്, ഞാൻ അവസാനം അഭിനയിച്ച സിനിമ രാജീവ് രവിയുടെ അവസാനമാണെന്ന് അറിഞ്ഞൂടാ, പുള്ളി എന്നെ നടത്തുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് നടക്കുക. ആസിഫിനെ ഞാൻ പറ്റിച്ചു. കുറ്റവും ശിക്ഷയും എന്താ, നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാനും എനിക്കറിയാം. ഉണ്ടായിരുന്നോളാം ജഡ്ജി. അപ്പോൾ ഈ മനുഷ്യർ ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെയും ഭാരതത്തിൻ്റെയും അതിർത്തിയിൽ നിന്ന് അഭിനയിച്ച് തുടങ്ങിയവനാണ് ഞാനൊരു പട്ടാള വേഷവും കെട്ടിയിട്ടില്ല. ഞാൻ പോലീസ് വേഷം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ പോലീസ് വേഷം കെട്ടാൻ വന്നവരാ, ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മണ്ണാരണ്യത്തിൽ കൊണ്ട് യാത്ര ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്നുള്ള എൻ്റെ ഭാവനയിൽ തോന്നിയ കുറേ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിൻ്റെ കോള് വരുന്നത്, കോവിഡ് പകരെയാണ്, തിരിച്ചു വരണം. അതിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ജിസ് മോൻ ജോയ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ് മോൻ ജോയ്. തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ മകനെ തേച്ചുകൊണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഈ വേഷം കെട്ടത്, ഞാനൊരു ജുബ്ബ ഇട്ടാ വന്നത്. പക്ഷെ എനിക്ക് തോന്നി എന്നെ കിളവനാക്കി കളയാൻ വേണ്ടി, കിടപ്പ് രോഗിയാക്കി കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടീഷർട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ കൊടുത്ത് പൈസ തിരിച്ചു. താങ്ക് യു സോ മച്ച്. ഈ സിനിമയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും. Thank you so much, sir, for your words. And now moving on, സിനിമയിൽ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇനിയുമുണ്ട്. എത്രയും വേഗം തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ആസ് വി ഓൾ നോ പെർഫോം ചെയ്ത ഓരോ സിനിമകളിലും നമ്മൾ കൈയടിച്ചിട്ടുള്ള ആക്ടറാണ് മിസ്റ്റർ വിഷ്ണു അഗസ്ത്യ. ആദ്യ സിനിമയിൽ നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിനിടയിൽ നമുക്ക് പാവം തോന്നിയ കഥാപാത്രമാണ് നമുക്ക് സമ്മാനിച്ചത്. വിഷ്ണു അഗസ്ത്യ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾസോ വിഷ്ണുവിനെ തൊട്ടടുത്തിരിക്കുന്ന yet another wonderful actor of Malayalam film industry, Jinu Joseph sirine വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. And also let me avail this opportunity to welcome the wonderful actor, director and filmmaker none other than Sri Srikanth Murali sir. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And now we will be listening to the wishes, the words coming from these refined actors in the Malayalam film industry. നമുക്ക് സെന്ററിലേക്ക് നിൽക്കാം അല്ലേ? യെസ്, ശ്രീകാന്ത് സാറിന്റെ സാന്നിധ്യം കൂടെ സ്റ്റേജിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. Now ആരാദ്യം സംസാരിച്ചു തുടങ്ങും? Who will be talking first? Okay. വലിയ സന്തോഷം. എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആസിഫിൻ്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിൻ്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷേ ജിസുമായിട്ട് ഒരു 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓരോ സിനിമയും ചലഞ്ചാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിൻ്റെ ആള് മാറ്റിപ്പിടിക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടും. ഇനി സിനിമ സംസാരിക്കട്ടെ. സന്തോഷം. Good evening, everybody. I'm extremely happy to be part of this project. Thank you, Jis Joy sir and everybody involved. Hi Shruti, how's it going? Dr. Rani, everybody, Asif Ali, congratulations. Thank you for inviting me to be part of this movie. Handing over. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെയും ജെസ്സിൻ്റെ രണ്ടുപേരുടെയും സിനിമകളിൽ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ അവർ ഒന്നിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാൻ, താങ്ക് യു ജിസ്, താങ്ക് യു. The pleasure is all ours. I must correct that and say, and all the very best. Congratulations. And let me now very quickly welcome yet another special person for everybody here inside the hall. ജിസ്ജോ സർ വെൽക്കം സ്പീച്ചിൽ ഏറ്റവും അവസാനം ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി തന്നെ മെൻഷൻ ചെയ്തൊരു പേരാണ് ഡോക്ടർ സജീവ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുവാനായി പോകുന്നത്. നല്ലൊരു കൈഡി നൽകി തന്നെ ഡോക്ടർ സജീവ് സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റൈസ് അപ്പ് എന്നൊരു ടൈറ്റിലോട് കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഓവർ. ആൻഡ് താങ്ക് യു. ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും എങ്കിൽ പോലും ഇത്ര ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ജിസ്, അതേപോലെ ഷംസു, എല്ലാവരെയും ഞാൻ താങ്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് ഒരു വലിയ വിജയമാവട്ടെ. ജിസ് ജോയ് എനിക്ക് വളരെ ക്ലോസ് ആണ്, ഷംസുദ്ദീൻ വളരെ ക്ലോസ് ആണ്, വേണു വളരെ ക്ലോസ് ആണ്. സോ വി ആർ ഓൾ ഗുഡ് ഫ്രണ്ട്സ്. സോ വിഷ് ദി എൻറ്റയർ ക്രൂ ഫാന്റാസ്റ്റിക് മൂവി. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. താങ്ക് യു സോ മച്ച്. thank you so much sir for coming here and marking your valuable words. And now one, and here we go. There we go, ladies and gentlemen. Kottayam Belt. നമ്മൾ ഏറ്റവും ആകാംക്ഷ